ആയത്തുള്ള അലി ഖൊമേനി മരണപ്പെട്ടിട്ടില്ല. മരണപ്പെട്ടു എന്നുള്ളത് ഒരു യുദ്ധ പ്രൊപ്പഗണ്ട മാത്രമായി വെറുതെ വ്യാജ പ്രചരണം നടത്തിയതാണ്. അദ്ദേഹം ഇപ്പോഴും സുരക്ഷിതനായി മറ്റെവിടെയോ ഹോസ്പിറ്റലൈസ്ഡായോ ചികിത്സ ചെയ്യുന്നോ സുരക്ഷിതമായിരിക്കുകയോ ചെയ്യുന്നുണ്ട്. എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, യുദ്ധങ്ങളെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അഭ്യൂഹങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുമുണ്ട്. ആയത്തുള്ള ഖൊമേനി കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് 8 ദിവസം പിന്നിടുന്ന യുദ്ധത്തിന് ഇടയിൽ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടതിൻ്റെ ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ ഒന്നും ജെന്യൂനായിട്ട് പുറത്തു വന്നിട്ടില്ല. മാത്രവുമല്ല 8 ദിവസങ്ങൾ പിന്നിട്ടിട്ടും അദ്ദേഹത്തിൻ്റെ ജനാസ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയോ വലിയ ജനാസ നമസ്കാരം നടത്തുകയോ വിലാപയാത്രകൾ നടത്തുകയോ മയ്യത്ത് മറമാടുകയോ എന്തിന് പുതിയ ഒരു പരമോന്നത നേതാവിനെ പോലും ഇതുവരെ ഇറാൻ നിശ്ചയിച്ചിട്ടില്ല. ഇത്തരത്തിൽ ആയത്തുള്ള അലി ഖൊമേനിയുടെ മരണത്തെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. സ്വാഭാവികമായും ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രസക്തമാണ്. മരിച്ചുവെങ്കിൽ എവിടെ? ബോഡി എവിടെ? എപ്പോൾ മറമാടും? എന്തുകൊണ്ട് മറമാടുന്നില്ല? ഇറാൻ സർക്കാർ ഇന്ന് മറമാടും നാളെ മറമാടുമെന്ന് പറഞ്ഞ് ഈ ഒരു മരണാനന്തര ചടങ്ങിനെ നീട്ടിക്കൊണ്ടു പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഇത്തരത്തിൽ നേതാക്കൾ കൊല്ലപ്പെട്ടു എന്നുള്ള മരണവാർത്ത വ്യാജമായി നൽകിക്കൊണ്ട് ആ നാടിലെ ജനങ്ങളെയും സൈന്യത്തെയും ഒന്നുകൂടി മനസ്സിൽ വീര്യവും വാശിയും വീറുമുണ്ടാക്കാൻ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ പ്രൊപ്പഗണ്ടകൾ ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. മാത്രവുമല്ല, ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളത് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ആയത്തുള്ള അലി ഖൊമേനിയുടെ എക്സ് അക്കൗണ്ടിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനെ പറ്റി ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇസ്രായേൽ ചെയ്തത് ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണ്, അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ എക്സിലൂടെ പുറത്തു വന്നിട്ടുമുണ്ട്. അദ്ദേഹം ജീവനോടെയുണ്ടോ എന്നതിന് ഇപ്പോൾ ആളുകൾ തിരയുകയാണ്. ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടായിരിക്കാം, അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ടാവുമോ, അതോ ഇതൊരു വ്യാജ വാർത്തയായിരിക്കുമോ? കൊല്ലപ്പെടാതെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് യുദ്ധം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ശത്രുരാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ, സ്വന്തം രാജ്യത്തെ ജനങ്ങളെ തന്നിലേക്ക് അടുപ്പിക്കാൻ, പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ, അവരെ മനസ്സിൽ വീര്യം ഉണ്ടാക്കാൻ ഇറാൻ ചെയ്ത ഒരു യുദ്ധതന്ത്രമായിരിക്കുമോ ഇത്? നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാവില്ലേ? ലോകത്തെ ഒന്നടങ്കം പറ്റിച്ചുകൊണ്ടുള്ള ഒരു ട്വിസ്റ്റ് ചിലപ്പോൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അതല്ല എങ്കിൽ ഇസ്രായേലും അമേരിക്കയും പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ടായിരിക്കാം. കൊല്ലപ്പെട്ട നേതാവിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതിന് അവർ നൽകുന്ന ഒരു വിശദീകരണം കൂടിയുണ്ട്. അതായത്, മുൻ ഇറാൻ പരമോന്നത നേതാവ് റൂഹുള്ള ഖൊമൈനി മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഏകദേശം 10 ലക്ഷത്തോളം പേരുന്ന ജനങ്ങളാണ്, ആ നാട്ടിലെ ജനങ്ങളാണ് ഒന്നിച്ചുകൂടിയത്. ഇത്തരത്തിൽ ആയത്തുള്ള ഖൊമേനിയുടെ മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഈ കാലഘട്ടത്ത് ഇതിനേക്കാൾ അധികം ആളുകൾ വരികയും ആ വരുന്ന ആളുകളുടെ മേൽ ശത്രു രാജ്യങ്ങൾ ബോംബ് വർഷിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലും സുരക്ഷാ നടപടികൾ പ്രശ്നമായതുകൊണ്ടാണ് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നും അവർ പറയുന്നുണ്ട്. എന്തുതന്നെയായാലും സത്യസന്ധമായ കാര്യങ്ങൾ വരാൻ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്.